തെരഞ്ഞെടുപ്പ് ചിത്രം വ്യക്തമായതോടെ തിരുവമ്പാടിയിൽ ഇത്തവണ മത്സരം കടുക്കും. LDF-നും UDF-നുമായി ഇത്തവണ കൂടരഞ്ഞി ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റുമാരാണ് പോരിനിറങ്ങുന്നതെങ്കിൽ NDA-ക്കായി 2020-യുടെ സ്ഥാനാർത്ഥിയാണ് മത്സരിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥി ചിത്രം തെളിഞ്ഞതോടെ തിരുവമ്പാടി മണ്ഡലത്തിൽ ഇത്തവണ മത്സരം കടുക്കുമെന്നുറപ്പായി. LDF-നും UDF-നുമായി രണ്ട് കൂടരഞ്ഞി സ്വദേശികളാണ് ഇത്തവണ മത്സരരംഗത്തിറങ്ങുന്നത് എന്ന പ്രത്യേകതയും ഈ തെരഞ്ഞെടുപ്പിനുണ്ട്. LDF സ്ഥാനാർത്ഥിയായ ലിൻഡോ ജോസഫും UDF സ്ഥാനാർത്ഥിയായ CK കാസിമും കൂടരഞ്ഞി ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റുമാരുമാണ്. NDA ഇത്തവണ 2020-യിലൂടെയാണ് ഭാഗ്യം പരീക്ഷിക്കാൻ ഇറങ്ങുന്നത്. മണ്ഡലത്തിൽ ശക്തമായ സ്വാധീനമുള്ള വെൽഫെയർ പാർട്ടി പിന്തുണ ആർക്കാണെന്ന് ഇനിയും പ്രഖ്യാപിച്ചിട്ടില്ല. കഴിഞ്ഞ 10 വർഷത്തിനിടെ മണ്ഡലത്തിലുണ്ടായ വികസന പ്രവർത്തനങ്ങൾ ഉയർത്തിക്കാട്ടി സീറ്റ് നിലനിർത്താനാണ് LDF ശ്രമം. എന്നാൽ ഒരു പതിറ്റാണ്ട് മുമ്പ് നഷ്ടമായ സീറ്റ് തിരിച്ചുപിടിക്കാൻ UDF-ഉം കൈമൈ മറന്ന് രംഗത്തുണ്ട്. ഇത്തവണ മണ്ഡലത്തിൽ ശക്തമായ സ്വാധീനം തെളിയിക്കുമെന്ന് NDA-യും പറയുന്നു. 1977-ലാണ് തിരുവമ്പാടി നിയോജകമണ്ഡലം നിലവിൽ വരുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ P. ശ്രീയക് ജോണായിരുന്നു പ്രഥമ പ്രതിനിധി. നീണ്ട 29 വർഷക്കാലം UDF-ന്റെ ഉരുക്കുകോട്ടയായിരുന്ന മണ്ഡലം 2006-ലെ തെരഞ്ഞെടുപ്പിൽ മത്തായി ചാക്കോയിലൂടെയാണ് ആദ്യമായി ഇടതുപക്ഷം പിടിച്ചെടുക്കുന്നത്. രക്താർബുദത്തിന് ചികിത്സയിലായിരുന്ന മത്തായി ചാക്കോ 12-ാം നിയമസഭയിൽ ഒരു ദിവസം പോലും ഹാജരാവാൻ സാധിച്ചില്ല. മത്തായി ചാക്കോയുടെ വിയോഗത്തെ തുടർന്ന് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ജോർജ് എം തോമസിലൂടെ LDF മണ്ഡലം നിലനിർത്തി. പിന്നീട് നടന്ന 3 തെരഞ്ഞെടുപ്പുകളിൽ 1 തവണ UDF-ഉം 2 തവണ LDF-ഉം വിജയിച്ചു. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലും 2024-ൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലും പിന്നീട് നടന്ന ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിലും നേടിയ വൻ വിജയം UDF ക്യാമ്പിന് വലിയ ആത്മവിശ്വാസമാണ് നൽകുന്നത്. കാരശ്ശേരി, കൊടിയത്തൂർ, തിരുവമ്പാടി, കൂടരഞ്ഞി, കോടഞ്ചേരി, പുതുപ്പാടി ഗ്രാമപഞ്ചായത്തുകളും മുക്കം നഗരസഭയും അടങ്ങുന്നതാണ് തിരുവമ്പാടി നിയോജകമണ്ഡലം. ഇവയിൽ മുക്കം നഗരസഭയും കാരശ്ശേരി ഗ്രാമപഞ്ചായത്തും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതിനൊപ്പം നിന്നു. അതുകൊണ്ട് തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇരു മുന്നണികൾക്കും ജീവൻ മരണ പോരാട്ടമാണ്. സ്വപ്ന പദ്ധതിയായ ആനക്യാമ്പുയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാത, മലയോര ഹൈവേ, സംസ്ഥാന പാത തുടങ്ങി മണ്ഡലത്തിൽ നടപ്പാക്കിയ വികസന പദ്ധതികളും ലിൻഡോ ജോസഫിൻ്റെ ജനകീയതയും വോട്ടായി മാറുമെന്ന പ്രതീക്ഷയിലാണ് ഇടതുമുന്നണി. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് നിമിഷങ്ങൾക്കകം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് പ്രചാരണം ആരംഭിക്കാനായതും LDF-ന്റെ കൂട്ടായ പ്രവർത്തനവും ഇടതുപക്ഷത്തിന് ആത്മവിശ്വാസം നൽകുന്നു. അതേസമയം 10 വർഷത്തെ ഇടത് സർക്കാരിൻ്റെ ജനദ്രോഹ നയങ്ങളും തിരുവമ്പാടി IHRD, പോളിടെക്നിക്ക്, വന്യമൃഗശല്യം, കാർഷിക മേഖലയുടെ തളർച്ച, മുക്കം കോടഞ്ചേരി CHC-കൾ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ലിൻഡോ ജോസഫ് സ്വീകരിച്ച നിലപാടുകളും തുറന്നു കാണിച്ച് പ്രചരണം ശക്തമാക്കാനാണ് UDF തീരുമാനം. CK കാസിമിൻ്റെ ജനകീയതയും സ്വീകാര്യതയും അനുകൂല ഘടകങ്ങളാണെന്ന് UDF-ഉം കണക്കുകൂട്ടുന്നു. ശക്തമായ പ്രചരണത്തിലൂടെ മണ്ഡലത്തിൽ കരുത്തു തെളിയിക്കാൻ 2020 പാർട്ടിയുടെ മലബാർ മേഖല കോർഡിനേറ്റർ സണ്ണി തോമസിലൂടെ കഴിയുമെന്നാണ് NDA ക്യാമ്പിൻ്റെ പ്രതീക്ഷ. ഡൽഹി കേന്ദ്രീകരിച്ചുള്ള സണ്ണി തോമസിൻ്റെ പ്രവർത്തന മികവും മോദി സർക്കാരിൻ്റെ വികസന നേട്ടങ്ങളും വോട്ടർമാരിലെത്തിച്ചാൽ മികച്ച ഫലം ഉറപ്പാണെന്ന് NDA-യും പ്രതീക്ഷിക്കുന്നു. 2016-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 3864 വോട്ടിനായിരുന്നു ജോർജ് എം തോമസ് വിജയിച്ചിരുന്നത്. 2021-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 67,867 വോട്ട് നേടി 4643 വോട്ടിന് ലീഡോടെയാണ് തിരുവമ്പാടിയിൽ നിന്ന് ലിൻഡോ ജോസഫ് നിയമസഭയിലെത്തിയത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 11,081 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് തിരുവമ്പാടി മണ്ഡലത്തിൽ UDF-നുള്ളത്. പ്രാദേശിക സഖ്യമില്ലാതെ മുക്കം നഗരസഭയിലെ 6 ഡിവിഷനുകളിലും കാരശ്ശേരി പഞ്ചായത്തിലെ 2 വാർഡുകളിലും വെൽഫെയർ പാർട്ടി നേടിയ വോട്ടുകൾ കൂടി കൂട്ടിയാൽ UDF സഖ്യത്തിൻ്റെ ഭൂരിപക്ഷം 14,000 കടക്കും. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേടിയ വോട്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിലും NDA നേടിയിട്ടുണ്ട്. ചില വാർഡുകളിൽ സ്ഥാനാർത്ഥികൾ ഇല്ലാതിരുന്നതാണ് NDA-യുടെ വോട്ട് വീതം കുറയാൻ ഇടയാക്കിയത്. ഫസൽ ബാബു, ന്യൂസ് ബ്യൂറോ, മുക്കം.